ഹായ് ഗായ്സ്, നമ്മുടെ കലൂർ സ്റ്റേഡിയം റോഡിൽ ഒരു എക്സിബിഷൻ വന്നിട്ടുണ്ട് കോട്ടൺ ഫാബിൻ്റെ. ഇന്ന് നമുക്ക് ആ എക്സിബിഷൻ കാണാൻ വേണ്ടി പോകാം ഗായ്സ്. എല്ലാ വർഷവും ഈ എക്സിബിഷൻ വരാറുണ്ട്, നമ്മൾ പോകാറുണ്ട്. അപ്പോൾ ഞാൻ ഇതുവരെ വീഡിയോ എടുക്കണം എന്നുള്ളൊരു ചിന്ത വന്നിട്ടില്ല. ഇത്തവണ എന്തായാലും അതൊരു വീഡിയോ ആക്കി എടുക്കാം. പുതിയ പുതിയ ഐറ്റംസ് കുറേ വന്നിട്ടുണ്ടെന്ന് പോയ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അത് വീഡിയോ ആക്കാം. എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ, എന്തൊക്കെയാണ് അവിടെ എക്സിബിഷനിൽ ഉള്ളത് എന്നുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. എക്സിബിഷൻ നടക്കുന്നത് നമ്മുടെ കലൂർ സ്റ്റേഡിയത്തിൻ്റെ വഴി കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു എക്സിബിഷൻ നടക്കുന്നത്. നമ്മൾ രാത്രി ടൈമിലാണ് കേട്ടോ പോയത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു. പിന്നെ റോഡൊക്കെ നോക്കി ഇതുപോലെ സീരിയസിറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല ഒരു ഗ്രാൻഡായിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. ഇത്തവണ തിരക്ക് ഇച്ചിരി കൂടി കൂടുതലായിരുന്നോ എന്നൊരു തോന്നലുണ്ടായിരുന്നു. ഇനി നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം റൗണ്ട് അടിച്ച് ലാസ്റ്റ് നമ്മൾ ഇവിടെയാണ് പാർക്ക് ചെയ്തത്. ഇവിടെ പേ ആൻഡ് പാർക്കാണെന്ന് പിന്നീടാണ് അറിഞ്ഞത്. അങ്ങനെ നമ്മൾ പേയ്മെൻ്റൊക്കെ കൊടുത്ത് പാർക്ക് ചെയ്തിട്ട് നേരെ അകത്തോട്ട് കയറണേണ്. ആദ്യം തന്നെ കയറുമ്പോഴത്തേനും നമ്മൾ ഇതുപോലത്തെ സെറാമിക് പോട്ടുകളുടെ ഒരു സങ്കേതത്തിലോട്ടാണ് ചെന്നെത്തണത്. ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ച് ഇതിന് ഏതെങ്കിലും ഒരെണ്ണം ഞാൻ എന്തായാലും മേടിക്കും. കാരണം എല്ലാ പ്രാവശ്യം വരുമ്പോൾ നമ്മളൊന്നും മേടിക്കാണ്ട് കൈവീശിയാണ് പോകാറുള്ളത്. ഇതെന്തായാലും മേടിക്കും എന്നുള്ള സെഗ്മെൻറ്റിലായിരുന്നു. അങ്ങനെ പൈസ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ രണ്ടും കൽപ്പിച്ച് പിന്മാറുകയായിരുന്നു. ഒരു പോട്ടിന് ഏകദേശം ഒരു 700-800 റേറ്റ് വരുന്നുണ്ട്. അതിന് നല്ലത് നമുക്ക് 200-300 കൊടുത്തിട്ട് മീഷോന്നോ ഫ്ലിപ്കാർട്ടിൽ സാധനം മേടിക്കുന്നതാണ്. ഈ സെയിം സാധനങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഓൺലൈനിൽ നിന്ന് മേടിക്കുമ്പോഴും കിട്ടാറുള്ളത്. ഇത്ര പൈസ കൊടുത്ത് മേടിക്കേണ്ട കാര്യവും നമുക്കില്ല. പിന്നെ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ പാത്രങ്ങളാണ്. എന്താണെന്നറിയില്ല, തള്ള വൈബിലോട്ട് കടന്നോന്നൊരു സംശയം എനിക്കില്ലാണ്ടില്ല. ഇങ്ങനത്തെ പാത്രങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര ആർത്തിയാണ് ഇത് മേടിക്കാനായിട്ട്. പൈസ കേട്ട് കഴിയുമ്പോഴത്തേനും എല്ലാം റെഡി ആവുന്നുണ്ട്, അതാണ് കുഴപ്പമില്ല. പിന്നെ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ചെയറുകളാണ്. ഇതൊരു പഴയ കാലഘട്ടത്തിലെയും ഈ ഒരു മോഡേൺ കാലഘട്ടത്തിലെയും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈനിങ് ആണ് ഈ ഒരു ചെയർസിനും അതുപോലെ തന്നെ ടേബിളിനൊക്കെ വന്നേക്കണത്. ഇതിൻ്റെ റേറ്റ് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴേ ഇവിടെ നിന്ന് ഓടും. ഒരു 10,000 ആ ഒരു റേറ്റൊക്കെയാണ് വരുന്നത് ഈ ഒരു ചെയറിൻ്റെ ഇതിൻ്റെ സെറ്റിന്. പിന്നെ ഇതുപോലത്തെ മിറർ, അതൊക്കെ നല്ല ഭംഗിയുള്ള സാധനങ്ങളാണ്. വെറൈറ്റി സംഭവങ്ങളാണ്. പക്ഷേ റേറ്റ് കേട്ടാൽ നമ്മൾ ഒരു നിമിഷം ഇവിടെ നിൽക്കില്ല. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇവിടെ കുറച്ച് ഷോ ഓഫ് കാണിച്ചിട്ട് നേരെ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോയി. ഇവിടെ നിറച്ചും വുഡ് വെച്ചിട്ടുള്ള ഐറ്റംസാണ്. ഇതുപോലത്തെ ഷോപ്പട്ടി മോഡൽ ബോക്സുകൾ, ഇതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു വല്ല ട്രഷർ ഐറ്റംസൊക്കെ വെക്കാൻ വേണ്ടി മേടിക്കണതായിരിക്കും, അല്ലെങ്കിൽ പിന്നെ മ്യൂസിയംകാരായിരിക്കും മേടിക്കണത്. ഇങ്ങനെ പൈസയെന്ന് ചോദിച്ചാൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിയില്ല. ഞാൻ വീണ്ടും അവിടെ നിന്ന് പോകുന്നു. അയാൾ അവിടെ തോക്കൊണ്ട് എന്തൊക്കെയോ പരാക്രമങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഓരോ സാധനങ്ങളും ചെന്നിട്ട് റേറ്റ് നോക്കും, തിരിച്ചു പോരും. അങ്ങനെയാണ്. മൊത്തം വുഡ് വെച്ചിട്ടുള്ളതാണ്. കുഞ്ഞു ടേബിളുകൾ, കുഞ്ഞു സ്പൂണുകൾ, പിന്നെ ഇതുപോലത്തെ കപ്പ് വരെ ഇവർ വുഡ് വെച്ച് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിനകത്ത് ചായ കുടിച്ച് എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. എന്നാലും നല്ല പൈസയുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. വൈൻ ഗ്ലാസ്, പിന്നെ ഇതുപോലത്തെ കുഞ്ഞു ചെപ്പുകൾ, പിന്നെ കത്തി സ്പൂണൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള സാധനങ്ങളുണ്ടായിരുന്നു. നമ്മുടെ ജ്വല്ലറി സെറ്റുകളൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള കുഞ്ഞു ചെപ്പുകൾ, പിന്നെ ഉപ്പും മുളകൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള കുഞ്ഞു ചെപ്പ്, ഇതുപോലത്തെ ഇങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ റേറ്റ് കേട്ട് ഞങ്ങൾ വിശ്രമിക്കാൻ അങ്ങോട്ട് ഇരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ. നല്ല പൈസ ഉണ്ടായിരുന്നേന്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കുപ്പിവളയൊക്കെ വെച്ചേക്കുന്ന സ്ഥലത്തോട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും ഒടുക്കത്തെ വിലയായിരുന്നു. പിന്നെ ഇതിനോടൊക്കെ ഭയങ്കര ക്രേസായിട്ടുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ മേടിക്കാം. ഇതിന് നല്ലത് നമുക്ക് രാജസ്ഥാൻ, ജയ്പൂർ, മുംബൈ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി ഡയറക്റ്റ് വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്ററായിട്ട് ഉണ്ടാവുക. കാരണം അവർ അത്യാവശ്യം നല്ല രീതിയിൽ റേറ്റ് കൂട്ടിയിട്ടിട്ടാണ് നമ്മളോട് പറയുന്നത്. വില പേശാനാണെങ്കിൽ ഭാഷയും അറിയില്ല, വില പേശാനും അവർ സമ്മതിക്കണില്ല. പിന്നെ നമ്മൾ മാറ്റ് എടുത്തിട്ടാണ് ഇത്. അത്യാവശ്യം ഇതിന് 100 രൂപയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നു. അങ്ങനെ അത് 2 വാങ്ങിച്ചു നമ്മൾ. പിന്നെ നമ്മൾ ബാഗുകളൊക്കെ നല്ല ഭംഗിയുള്ള ബാഗുകൾ, പക്ഷേ അതിനൊക്കെ 2000 രൂപയൊക്കെയാണ് വന്നത്. നമ്മളാകെ 1000 രൂപയും കൊണ്ടാണ് ഇറങ്ങിയേക്കണത്. അപ്പോൾ ഒരു സാധനത്തിന് തന്നെ 2000 രൂപ എന്നൊക്കെ പറയുമ്പോഴത്തേനും നമുക്ക് അവിടെ നിന്ന് മാറിപ്പോവാണ്ട് വേറെ ചാൻസ് ഇല്ല ഗൈസ്. അവിടെ നമ്മൾ നേരെ ഈ ഓക്സിഡൈസ്ഡ് ജ്വല്ലറീസ് വെക്കുന്ന സ്റ്റോളിലോട്ട് മാറിയിട്ടാണ്. ഇവിടെ കുറേ ഐറ്റംസ് വേറെ ഉണ്ട്. കമ്മലുകൾ, മാലകൾ, പിന്നെ സ്റ്റഡുകൾ, പിന്നെ റിങ്ങുകൾ, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇതിനും അത്യാവശ്യം നല്ല രീതിയിലുള്ള റേറ്റ് വരുന്നുണ്ടായിരുന്നു. ഒരു മൂക്കുത്തിക്ക് തന്നെ ഏകദേശം 80-90 രൂപയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഐ ആം ടോട്ടലി ഡിപ്രസ്ഡ്. ഒന്നും വാങ്ങിച്ചില്ല അവിടെ നിന്ന്. പിന്നെ ഈ തള, പിന്നെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പക്ഷേ എല്ലാത്തിനും ഇതിനൊക്കെ 80-90 രൂപയാണ് വരുന്നത്. അങ്ങനെ ഞങ്ങളതൊക്കെ നൈസായിട്ട് അവിടെ ഒതുക്കി വെച്ചിട്ട് പിന്നെ അടുത്ത സ്ഥലത്തോട്ട് മാറി.
ഇങ്ങനെ വെറുതെ ഇങ്ങനെ മേടിക്കാണ്ട് വെറുതെ ഇങ്ങനെ ഓരോന്ന് കാണാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സിബിഷൻ സൂപ്പറാണ് ഗൈസ്. ഇതൊക്കെ നമുക്ക് ഇവിടെയും കിട്ടാവുന്ന സാധനങ്ങളൊക്കെയാണ്. പിന്നെ ഒരു എക്സിബിഷൻ വരുമ്പോൾ എന്തെങ്കിലും മേടിക്കണ്ടേ എന്നുള്ള ഒരു ചിന്തയിലാണ് നിങ്ങൾ നടക്കുന്നത്. എന്തെങ്കിലുമൊക്കെ മേടിക്കാം. പിന്നെ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോട്ടൻ്റെ കുറേ കുർത്ത സെറ്റുകളാണ്. ഇതും അത്യാവശ്യം നമ്മുടെ ഇവിടെ കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ അവിടെ നിന്ന് അവർ കൊണ്ടുവന്നെന്നുള്ള ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ കുറേ സ്കേർട്ടുകളുണ്ട് കോട്ടൻ്റെ, പിന്നെ ഇതുപോലത്തെ കോട്ടൻ്റെ ടോപ്പുകളുണ്ട്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ നമ്മൾ കുറേ കഴിഞ്ഞപ്പോഴത്തേന് ഇതുപോലത്തെ ഐറ്റംസ് വിൽക്കുന്ന സ്റ്റോളിലോട്ടാണ് കേട്ടോ മാറിയിട്ടുള്ളത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുള കൊണ്ടുണ്ടാക്കുന്ന പുട്ട്, നമ്മുടെ ആ ഒരു പുട്ടുണ്ടാക്കുന്ന കുറ്റി ഉണ്ടല്ലോ അതിൻ്റെ തന്നെ മുള വെച്ച് ഉണ്ടാക്കിയതാണ് കേട്ടത്. അത് മേടിക്കാമെന്ന് വിചാരിച്ച് പിന്നെ മേടിച്ചില്ല അത്. പിന്നെ നമ്മൾ ചെന്നിട്ടുണ്ടായിരുന്നത് ഈ അച്ചാർ കടയിലാണ്. ഇവിടെ നിന്നിട്ട് തന്നെ മനുഷ്യൻ്റെ വായിന്ന് വെള്ളം വന്നിട്ട് പോയാൽ എല്ലാം നമ്മൾ ഓരോന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ നമ്മൾ ഒന്നും മേടിച്ചില്ല, അതിൻ്റെ കാര്യമില്ല, എല്ലാം ടേസ്റ്റ് ചെയ്തല്ലോ. അത് നമ്മൾ നൈസായിട്ട് അവിടെ നിന്ന് വിലഞ്ഞ് വേറെ കടയിലോട്ട് പോകണേന് കുറേ അച്ചാറുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ കുറേ ഐറ്റംസ് വേറെ ഉണ്ട്. നമുക്ക് ഡെക്കറേഷന് വേണ്ടി യൂസ് ആക്കാൻ പറ്റിയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. അതും കുറേ നേരം നോക്കി കുറച്ച് വീഡിയോസൊക്കെ കാര്യങ്ങളൊക്കെ എടുത്തു. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു തന്നെ കേട്ടോ. നമ്മൾ നൈസായിട്ട് വേറെ സ്ഥലത്തോട്ട് പോയി. പിന്നെ ഉണ്ടായിരുന്നത് പെർഫ്യൂംസ് വിൽക്കുന്ന ഈ അത്തറുകളുണ്ടല്ലോ അത് വിൽക്കുന്ന കടയായിരുന്നു. അതിൽ നിന്ന് നമ്മൾ അത്തറ് 2 മേടിച്ചിട്ടാണ്. അത്യാവശ്യം നല്ല പെർഫ്യൂംസ് ആയിരുന്നത്. അപ്പോൾ അത് കാരണം അത്തറ് 2 വാങ്ങിച്ച് നമ്മൾ. അതോടുകൂടി നമ്മുടെ പരിപാടികൾ അവസാനിപ്പിച്ച് നമ്മൾ ക്ഷീണിച്ച് പോയി ഗൈസ്. ഭയങ്കര ചൂടായിരുന്നു അതിൻ്റെ അകത്ത്. എക്സിബിഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ വിൽക്കുന്ന എല്ലാ സാധനത്തിലും അത്യാവശ്യം നല്ല രീതിയിൽ റേറ്റ് കൂട്ടിയിട്ടാണ് അവർ പറയണത്. അത് മാത്രമല്ല നമ്മുടെ ഇവിടെ കിട്ടുന്ന ഐറ്റംസൊക്കെ തന്നെയാണ് മിക്കതും. അത് കാരണം അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും അഫോർഡബിൾ അല്ല. പിന്നെയുള്ള കാര്യമെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ നടന്ന് പുതിയ പുതിയ സാധനങ്ങൾ കാണാനും അതൊക്കെ എൻജോയ് ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ വന്നിട്ട് എക്സിബിഷൻ കാണാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു.